ട്രിഗണോമെട്രിയുടെ അവസാനത്തെ സെക്ഷൻ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആണ്. അപ്പം ഒരു 3 ഇക്വേഷൻ നമുക്ക് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് നമുക്ക് പഠിക്കണം. ആ ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് വെച്ച് സോൾവ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് നമ്മൾ നോക്കണം. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിൻസിന് വരാറുള്ളതാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോർഷൻ കൂടിയാണ്. നമുക്ക് ഒരു 3 ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആണ് ഇവിടെ പ്രധാനമായിട്ട് നോക്കാനുള്ളത്. അത് ഒന്നാമത്തത് കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ ഈസിക്കൽ ടു 1. അതായത് രണ്ടിൻ്റെയും ആംഗിൾ സെയിം ആണ്. കോസ് സ്ക്വയർ ആംഗിൾ എ പ്ലസ് സൈൻ സ്ക്വയർ ആംഗിൾ എ ഈസിക്കൽ ടു എപ്പോഴും 1 ആയിരിക്കും. ഇവിടെ ഏത് വാല്യൂ എടുത്താലും കോസ് സ്ക്വയർ 30 പ്ലസ് സൈൻ സ്ക്വയർ 30 ആൻസർ നോക്കിക്കോളൂ 1 ആയിരിക്കും. കോസ് സ്ക്വയർ 60 പ്ലസ് സൈൻ സ്ക്വയർ 60 ആൻസർ എപ്പോഴും 1 ആയിരിക്കും. അതുപോലെ നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ ഐഡന്റിറ്റി 1 പ്ലസ് ടാൻ സ്ക്വയർ എ ഈസിക്കൽ ടു സീക് സ്ക്വയർ എ. 1 പ്ലസ് ടാൻ സ്ക്വയർ എ ഈസിക്കൽ ടു സീക് സ്ക്വയർ എ. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, രണ്ടിൻ്റെയും ആംഗിൾസ് സെയിം ആണ്. മൂന്നാമത്തെ കോഡ് സ്ക്വയർ എ പ്ലസ് 1 ഈസിക്കൽ ടു കൊസീക് സ്ക്വയർ എ. ഇവിടെയും ശ്രദ്ധിക്കാനുള്ളത് രണ്ടിൻ്റെയും ആംഗിൾസ് സെയിം ആണ്, എ എ. അപ്പോൾ 3 ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഈ 3 ഐഡന്റിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3 നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിരിക്കണം. ഈ 3 ഐഡന്റിറ്റീസ് വെച്ച് നമുക്ക് ചെയ്യാനുള്ള എക്സർസൈസ് 8.4 ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എക്സ്പ്രസ് ദ ട്രിഗണോമെട്രിക് റേഷ്യോസ് സൈൻ എ, സീക് എ ആൻഡ് ടാൻ എ ഇൻ ടേംസ് ഓഫ് കോട്ട് എ. സൈൻ എ, സീക് എ, ടാൻ എ ഇതിന് 3നെയും കോട്ട് എയുടെ രൂപത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം. ആദ്യം ഞാൻ സൈൻ എ എടുത്ത് കോട്ട് എയിലേക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ആദ്യം സൈൻ എ. സൈൻ്റെ റെസിപ്രോക്കൽ ആരാ? 1 സൈൻ എന്ന് പറയുന്നത് കൊസീക് ആണ്. അല്ലെങ്കിൽ സൈൻ എന്ന് പറഞ്ഞാൽ ആരാണ്? 1 കൊസീക് എ ആണ് സൈൻ. ഇനി ഇത് ഞാൻ ഇങ്ങനെ മാറ്റി എഴുതുന്നു, 1/√ ഓഫ് കൊസീക് സ്ക്വയർ എ. അല്ലെ, റൂട്ട് എന്തിന്റെ സ്ക്വയറിന്റെ റൂട്ട് എടുത്താലും അത് തന്നെ കിട്ടും. എക്സ് സ്ക്വയറിന്റെ റൂട്ട് എടുത്താൽ എക്സ് കിട്ടും. അപ്പോൾ കൊസീക് സ്ക്വയർ എയുടെ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? കൊസീക് എ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√ ഓഫ്. ഇനി ഈ കൊസീക് സ്ക്വയർ എ ഞാൻ എന്തിലേക്ക് മാറ്റാൻ പോവാണ്? കോട്ട് എയിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഇക്വേഷൻസ് ഐഡന്റിറ്റീസ് നോക്കുക. ഐഡന്റിറ്റീസിൽ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ഈസിക്കൽ ടു കൊസീക് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ കൊസീക് സ്ക്വയർ എ എവിടെ ഉണ്ടോ അതിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? 1 പ്ലസ് കോട്ട് സ്ക്വയർ എ കൊടുക്കാം. അപ്പോൾ ഇവിടെ കൊസീക് സ്ക്വയർ എക്ക് പകരം 1 പ്ലസ് കോട്ട് സ്ക്വയർ എ എന്ന് കൊടുത്തു. അപ്പോൾ സൈൻ എയിൽ തുടങ്ങി നമ്മൾ അതിനെ എന്തിലേക്ക് എക്സ്പ്രസ് ചെയ്തു? കോട്ട് എയിലേക്ക് എക്സ്പ്രസ് ചെയ്തു. ഇനി നമുക്ക് കോട്ട് എയിലേക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളത് രണ്ടാമത്തെ ട്രിഗണോമെട്രിക് റേഷ്യോ ആയ സീക് എ ആണ്. അപ്പോൾ ഞാൻ സീക് എ എഴുതി അതിനെ കോട്ട് എയിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പോവുകയാണ്. സീക് എ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ റൂട്ട് ഓഫ് സീക് സ്ക്വയർ എ ആണ്. സീക് സ്ക്വയർ എയുടെ റൂട്ടാണ് സീക് എ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സീക് സ്ക്വയർ എ. നമുക്കൊരു ഇക്വേഷൻ അറിയാം, 1 പ്ലസ് ടാൻ സ്ക്വയർ എ. 1 പ്ലസ് ടാൻ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു സീക് സ്ക്വയർ എ. അപ്പോൾ ഇവിടെയുള്ള സീക് സ്ക്വയർ എക്ക് പകരം ഞാൻ കൊടുത്തു 1 പ്ലസ് ടാൻ സ്ക്വയർ എ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് ഈ ടാൻ എ എന്ന് പറയുന്നത് അതിന്റെ റെസിപ്രോക്കൽ ആരാണ്? കോട്ട് ആണ്. അപ്പോൾ ടാൻ സ്ക്വയർ എ 1 കോട്ട് സ്ക്വയർ എ. അല്ലെ, ടാൻ എ നമുക്കറിയാം, ടാൻ എ ഈസിക്കൽ ടു 1 കോട്ട് എ ആണ്. അപ്പോൾ സ്ക്വയർ കൊടുത്താലോ? ടാൻ സ്ക്വയർ എ 1 സ്ക്വയർ കോട്ട് സ്ക്വയർ എ. ഇതിന്റെ സ്ക്വയർ കൊടുക്കുക. ആരായി? 1 സ്ക്വയർ 1 തന്നെ. കോട്ട് എയുടെ സ്ക്വയർ കോട്ട് സ്ക്വയർ എ. അല്ലേ, അപ്പോൾ ടാൻ സ്ക്വയർ എക്ക് പകരം ഞാനിവിടെ 1/1 കോട്ട് സ്ക്വയർ എ എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ നമുക്ക് ആൻസർ നിർത്താം, കാര്യം കോട്ട് എയിലേക്ക് എത്തി. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇതിനെ ഒരു എൽസിയം എടുക്കുക, 1 ഇൻറ്റു കോട്ട് സ്ക്വയർ എ. കോട്ട് സ്ക്വയർ എ ഇടയ്ക്കുള്ള സൈൻ പ്ലസ് 1 ഇൻറ്റു 1 1/1 ഇൻറ്റു കോട്ട് സ്ക്വയർ എ. കോട്ട് സ്ക്വയർ എ. ഇപ്പോൾ ഇതിനകത്തുള്ളതെല്ലാം എന്തിന്റെ ഫോമിലേക്ക് എത്തി? കോട്ട് എയുടെ ഫോമിലേക്ക് എത്തി. ഇതിലെ മൂന്നാമത്തെയും അവസാനത്തെയും ട്രിഗണോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത് ടാൻ എ ആണ്. ടാൻ എയും നമുക്ക് കോട്ട് എയുടെ രൂപത്തിലേക്ക് കൊണ്ടുവരണം.
ടാൻ എ. അതാണ് ഇതിലെ ഏറ്റവും സിമ്പിൾ കാര്യം. ടാൻ എ എന്ന് പറയുന്നത് ആരുടെ റെസിപ്രോക്കൽ ആണ്? കോട്ട് ഇന്റെ റെസിപ്രോക്കൽ ആണ്. നമുക്ക് ഡയറക്റ്റ് അറിയാം ടാൻ എ ഈസ് ഈക്വൽ ടു 1/കോട്ട് എ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇവാലുവേറ്റ് സൈൻ സ്ക്വയർ 63 പ്ലസ് സൈൻ സ്ക്വയർ 27 ഹോൾ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ 17 പ്ലസ് കോസ് സ്ക്വയർ 73 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു സൈൻ 90 മൈനസ് എ ഈസ് ഈക്വൽ ടു കോസ് എ ആണ്. അല്ലെങ്കിൽ തിരിച്ച് കോസ് 90 മൈനസ് എ ഈസ് ഈക്വൽ ടു സൈൻ എ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് ഇവിടെ ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തുകയാണ്. സൈൻ 63 ആണ് ഉള്ളത്. സൈൻ സ്ക്വയർ ഉണ്ട്, നമ്മൾ സൈൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. സൈൻ സ്ക്വയറിലും നമ്മൾ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ നോക്കാം. സൈൻ സ്ക്വയർ 63 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരേ പേർ ഇതുള്ളത് നമ്മൾ എന്ത് ചെയ്യും? അത് ഒന്നിനെ കോസിലേക്ക് മാറ്റും അല്ലെ. അപ്പൊ ഇവിടെ 63 ആണുള്ളത്. 90യിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് സബ്ട്രാക്ട് ചെയ്തത്. 90 മൈനസ് 63 സബ്ട്രാക്ട് ചെയ്യാം. 10 മൈനസ് 3 7, അതുപോലെ 8 മൈനസ് 6 2 27 അല്ലെ. അപ്പൊ നിങ്ങൾ എഴുതാം സൈൻ സ്ക്വയർ 90 മൈനസ് 27. ഒരു മാറ്റവും വന്നില്ല. സൈൻ സ്ക്വയർ 63 കിട്ടാൻ 90 മൈനസ് 27 ചെയ്താൽ മതി അല്ലെ. പ്ലസ് അടുത്തത് മാറ്റാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. സൈൻ സ്ക്വയർ 27 ഡിവൈഡഡ് ബൈ, താഴെയും രണ്ടെണ്ണവും സെയിം ആണ്, ഏതെങ്കിലും ഒരെണ്ണം മാറ്റുക. ആദ്യത്തെ ഞാൻ മാറ്റുകയാണ്. കോസ് സ്ക്വയർ ഇവിടെ 17 ആണ്. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 90യിൽ നിന്ന് 17 സബ്ട്രാക്ട് ചെയ്യുക. 73. അപ്പൊ നമുക്കിവിടെ എഴുതാം കോസ് സ്ക്വയർ 90 മൈനസ് 73 പ്ലസ് അപ്പുറമുള്ളത് മാറ്റാൻ പാടില്ല. കോസ് സ്ക്വയർ 73 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്കറിയാം സൈൻ 90 മൈനസ് എ കോസ് എ. സൈൻ സ്ക്വയർ 90 മൈനസ് എ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കോസ് സ്ക്വയർ എ എന്ന് എഴുതുക. ഇവിടെ എയുടെ പ്ലേസിൽ ആരാണ്? 27 ആണ്. അപ്പൊ എന്തായി? സൈൻ സ്ക്വയർ 90 മൈനസ് എക്ക് പകരം 27. എങ്ങനെ എഴുതും? കോസ് സ്ക്വയർ 27 എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ 27 സൈൻ 90 മൈനസ് എ കോസ് എ. സൈൻ സ്ക്വയർ 90 മൈനസ് എ കോസ് സ്ക്വയർ എ 27 പ്ലസ് ഇപ്പുറത്ത് സൈൻ സ്ക്വയർ 27 ഡിവൈഡഡ് ബൈ, ഇവിടെയും കോസ് 90 മൈനസ് എ സൈൻ എ. അപ്പോൾ കോസ് സ്ക്വയർ 90 മൈനസ് എ സൈൻ സ്ക്വയർ എ. എയുടെ പ്ലേസിൽ 73. അപ്പോൾ സൈൻ സ്ക്വയർ 73 പ്ലസ് കോസ് സ്ക്വയർ 73 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാണ്. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ. അപ്പൊ ഇതിനെ ഇപ്പുറത്ത് എഴുതാം. സൈൻ സ്ക്വയർ 27 പ്ലസ് ഇവിടെ കോസ് സ്ക്വയർ 27 ഡിവൈഡഡ് ബൈ, താഴെ ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല, അതുപോലെ എഴുതുവാണ്. സൈൻ സ്ക്വയർ 73 പ്ലസ് കോസ് സ്ക്വയർ 73 ഈസ് ഈക്വൽ ടു, നമ്മുടെ ഐഡന്റിറ്റിയിലോട്ട് തിരിച്ചു വരിക. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1. ഇവിടുത്തെ രണ്ട് ആംഗിൾസും സെയിം ആണെങ്കിൽ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1. അപ്പൊ ഇവിടെ രണ്ട് ആംഗിൾസും സെയിം ആണ്. സൈൻ സ്ക്വയർ 27 പ്ലസ് കോസ് സ്ക്വയർ 27 ഈസ് ഈക്വൽ ടു ആൻസർ 1 ആണ്. ബൈ, താഴെയും ആംഗിൾ സെയിം ആണ്. സൈൻ സ്ക്വയർ 73 പ്ലസ് കോസ് സ്ക്വയർ 73 ആൻസർ എത്ര തന്നെയായിരിക്കും? 1/1 ആൻസർ 1. സൈൻ 25 ഇൻറ്റു കോസ് 65 പ്ലസ് കോസ് 25 ഇൻറ്റു സൈൻ 65. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലൈ ചെയ്ത അതേ കാര്യം തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചേഞ്ച് ചെയ്യുക. ആദ്യത്തതിൽ ഏതെങ്കിലും ഒരെണ്ണം. ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഇവിടെ കോസ് ആണ്. ഓക്കെ, സൈൻ ചെയ്താലും മതി. ഓക്കെ, ഞാൻ ഏതെങ്കിലും ഒരെണ്ണം ചേഞ്ച് ചെയ്യുന്നു. ഞാൻ ആദ്യം കോസിനെ ചേഞ്ച് ചെയ്യുന്നു. അത് സൈൻ അതുപോലെ എഴുതി. സൈൻ 25 ഇൻറ്റു
ഇതിനെ ചേഞ്ച് ചെയ്യാൻ പോവാണ്. കോസ് 65 നമ്മൾ എന്ത് ചെയ്യും? 90യിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും. 90 മൈനസ് 65, 10 മൈനസ് 5 5, 8 മൈനസ് 6 2, 25. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 90 മൈനസ് 25 കോസ് 90 മൈനസ് 25 പ്ലസ്. ഓക്കെ, ഇവിടെ ഞാൻ കോസിനെയാണ് ചേഞ്ച് ചെയ്തത് എങ്കിൽ ഞാൻ ഇവിടെ കോസ് അതുപോലെ എഴുതി, കോസ് 25. ഇവിടെ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് സൈനിനെ ആയിരിക്കും. ഓക്കെ, ഞാൻ ഇവിടെ കോസിനെയാണ് ചേഞ്ച് ചെയ്തത്, അതുകൊണ്ട് ഞാൻ അപ്പുറത്ത് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് സൈനിനെയാണ്. ഇൻറ്റു സൈൻ, ഇവിടെ 65 ആണ്, 90 മൈനസ് 65 നമുക്കറിയാം 25 ആണ്. സൈൻ 90 മൈനസ് 25 ദാറ്റ് ഈസ് ഈക്വൽ ടു. ശ്രദ്ധിക്കുക, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം, ഞാൻ ഇവിടെ സൈനും കോസും ഉണ്ട്, ഇപ്പുറത്തെ പ്ലസ് കഴിഞ്ഞാൽ വീണ്ടും സൈനും കോസും ഉണ്ട്. ഞാൻ ആദ്യത്തതിൽ കോസ് ചേഞ്ച് ചെയ്തുകൊണ്ട് അടുത്തതിൽ സൈൻ ചേഞ്ച് ചെയ്തു. തിരിച്ചാണെങ്കിൽ നിങ്ങൾ ആദ്യത്തതിൽ സൈനാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തതിൽ നിങ്ങൾ കോസ് ചേഞ്ച് ചെയ്യണം, എന്നാലേ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 25 ഇൻറ്റു കോസ് 90 മൈനസ് എ സൈൻ എ. അപ്പോൾ ഇൻറ്റു സൈൻ എ 25 ആണ്, സൈൻ 25 പ്ലസ് ഇതതുപോലെ എഴുതുന്നു കോസ് 25 ഇൻറ്റു ഇവിടെ സൈൻ 90 മൈനസ് എ, സൈൻ 90 മൈനസ് എ കോസ് എ. അപ്പോൾ ഇവിടെ എ 25 ആണ്, ഇൻറ്റു കോസ് 25 ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എ ഇൻറ്റു സൈൻ എ. ഏത് നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ സ്ക്വയർ ആവും. 2 ഇൻറ്റു 2 2 സ്ക്വയർ, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. അപ്പോൾ സൈൻ ഇൻറ്റു സൈൻ സൈൻ സ്ക്വയർ. അപ്പോൾ സൈൻ സ്ക്വയർ 25 പ്ലസ് കോസ് ഇൻറ്റു കോസ് കോസ് സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 25. നമുക്കറിയാം സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1 ആണ്. സൈൻ സ്ക്വയർ 25 പ്ലസ് കോസ് സ്ക്വയർ 25 ഈസ് ഈക്വൽ ടു, അപ്പോൾ 1. പ്രൂവ് ദാറ്റ് cosec theta minus cot theta the whole square is equal to 1 minus cos theta by 1 plus cos theta. നമുക്ക് ഒന്നുകിൽ LHS എടുത്ത് RHS ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ RHS എടുത്ത് LHS ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ LHS ആണ് എടുക്കുന്നത്. നമ്മുടെ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതാണ്, cosec theta മൈനസ് cot theta the whole square എന്നാണ്. ഇതിനെ ഞാനൊരു ചെറിയ ചേഞ്ച് വരുത്തുന്നു. നമുക്കറിയാം കൊസീക് തീറ്റയുടെ റെസിപ്രോക്കൽ സൈൻ ആണ് അല്ലേ? അപ്പോൾ കൊസീക് തീറ്റ എന്ന് പറയുന്ന ആരാണ്? 1/sin തീറ്റ അല്ലെ? 1/sin തീറ്റയാണ് കൊസീക് തീറ്റ, അല്ലെങ്കിൽ തിരിച്ച് 1/കൊസീക് തീറ്റയാണ് സൈൻ തീറ്റ. അപ്പോൾ കൊസീക് തീറ്റയ്ക്ക് പകരം ഞാൻ എന്ത് എഴുതി? 1/sin തീറ്റ മൈനസ് കോട്ട് തീറ്റ. നമുക്ക് ഇക്വേഷൻ അറിയാം, ടാനും കോട്ടും നമുക്ക് ഇക്വേഷൻ അറിയാം. ഇങ്ങനെയാണ് cot theta is equal to cos theta by sin theta. അപ്പോൾ ഈ ഇക്വേഷൻ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. cot thetaയ്ക്ക് പകരം cos theta by sin theta. ഇനി ഹോൾ സ്ക്വയർ അവിടെ ഉണ്ടായിരുന്നു, അതുപോലെ കൊടുത്തു. cosec thetaയ്ക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തു, cot thetaയ്ക്കും ചേഞ്ച് ചെയ്ത് കൊടുത്തു, സ്ക്വയർ അതുപോലെ കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി ബ്രാക്കറ്റിനുള്ളിൽ നോക്കിയാൽ രണ്ടും ഫ്രാക്ഷൻസ് ആണ്. രണ്ട് ഫ്രാക്ഷൻസിൽ അതിന്റെ ഡിനോമിനേറ്റർ അതുപോലെ എഴുതി സൈൻ തീറ്റ. ഇനി ന്യൂമറേറ്റർ മാത്രം സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇവിടെ 1 ആണ്, മൈനസ് ഇവിടെ കോസ് തീറ്റ, 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ 1 മൈനസ് കോസ് തീറ്റ ബൈ കോമൺ ഡിനോമിനേറ്റർ സൈൻ തീറ്റ. ഇനി ഉള്ളത് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്ക്വയർ ന്യൂമറേറ്ററിനും കൊടുക്കാം, അതുപോലെ ഡിനോമിനേറ്ററിനും ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ 9th നമ്മൾ പഠിച്ചിട്ടുണ്ട്. a/b ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ ബൈ b സ്ക്വയർ. അപ്പോൾ ന്യൂമറേറ്ററിന് ഞാൻ കൊടുത്തു 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റയുടെ സ്ക്വയർ. സൈൻ തീറ്റയുടെ സ്ക്വയർ ആരാണ്? സൈൻ സ്ക്വയർ തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ന്യൂമറേറ്റർ ഞാൻ അതുപോലെ എഴുതുകയാണ്, 1 മൈനസ് cos theta the whole square divided by
താഴെയുള്ളത് എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ അറിയാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. ഇവിടെ നിന്ന് ഈ സൈൻ സ്ക്വയറിന് മാത്രം ഇട്ടിട്ട് ഇതിനെ ഇപ്പുറം കൊണ്ടുപോകാമല്ലോ. അപ്പോൾ എന്താവും? സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1. ഇത് മാത്രം ഇടൂ. സൈൻ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു പ്ലസ് കോസ് സ്ക്വയർ അപ്പുറത്ത് പോയാൽ മൈനസ് കോസ് സ്ക്വയർ എ, 1 മൈനസ് കോസ് സ്ക്വയർ എ. അപ്പോൾ സൈൻ സ്ക്വയർ എക്ക് പകരം ഞാനിവിടെ കൊടുത്തു 1 മൈനസ് കോസ് സ്ക്വയർ എ. എ അല്ല, ഇവിടെ തീറ്റയാണ്. അപ്പോൾ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഇനി 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ആണ് ന്യൂമറേറ്റർ ഉള്ളത്. അപ്പോൾ എക്സാമ്പിൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സ് ഇൻറ്റു എക്സ് ആണ്. അല്ലെങ്കിൽ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ആണ്. അപ്പോൾ 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ അതിനെ മാറ്റി എഴുതാണ് 1 മൈനസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ. ഇനി ഇത് നോക്കിയാൽ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്നാണ് ഡിനോമിനേറ്റർ. ഈ 1നെ എനിക്ക് ഇങ്ങനെ എഴുതുന്നത് കുഴപ്പമില്ലല്ലോ. 1 സ്ക്വയർ തന്നെയാണ് 1. അപ്പോൾ ഇതേത് ഫോമായി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ആയില്ലേ? എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ എക്ക് പകരം ഇവിടെ 1 ആണ്, ബിക്ക് പകരം ഇവിടെ കോസ് തീറ്റയാണ്. അപ്പോൾ എ പ്ലസ് ബി എങ്ങനെ എഴുതും? 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുമ്പോൾ 1 മൈനസ് കോസ് തീറ്റ. ഇനി ക്യാൻസൽ ചെയ്യാൻ വല്ലതും ഉണ്ടോ നോക്കാം. 1 മൈനസ് കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ ക്യാൻസൽ ആയിപ്പോയി. ബാക്കി ന്യൂമറേറ്ററിൽ ആരുണ്ട്? 1 മൈനസ് കോസ് തീറ്റ ഉണ്ട്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആരുണ്ട്? 1 പ്ലസ് കോസ് തീറ്റ ഉണ്ട്. അതായിരുന്നു നമ്മുടെ RHS അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാണ്? നമ്മുടെ RHS. സോ നമ്മുടെ LHS ഈസ് ഈക്വൽ ടു RHS. ഹെൻസ് പ്രൂവ്ഡ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. കോസ് എ ബൈ 1 പ്ലസ് സൈൻ എ പ്ലസ് 1 പ്ലസ് സൈൻ എ ബൈ കോസ് എ ഈസ് ഈക്വൽ ടു 2ck. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാനുള്ളത്. ഇവിടെയും ഞാൻ LHS എടുക്കുന്നു. LHS ഈസ് ഈക്വൽ ടു കോസ് എ ബൈ 1 പ്ലസ് സൈൻ എ പ്ലസ് 1 പ്ലസ് സൈൻ എ ബൈ കോസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു. നോക്കണം, ഇവിടെയും ഒരു ഫ്രാക്ഷൻ ആണ്, പ്ലസ് ഇവിടെയും ഒരു ഫ്രാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് LCM എടുക്കാമല്ലോ. മൾട്ടിപ്ലൈ ചെയ്യാം. കോസ് എ ഇൻറ്റു കോസ് എ, കോസ് സ്ക്വയർ എ, ഇടയ്ക്കുള്ള സൈൻ പ്ലസ്. ഇനി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ എന്താവും? 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയർ. 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ. ഇനി ഡിനോമിനേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ. 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ ബൈ 1 പ്ലസ് സൈൻ എ ഇൻറ്റു പിന്നെ ആരുള്ളത്? കോസ് എ. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എ ഞാൻ അതുപോലെ എഴുതി, കോസ് സ്ക്വയർ എ പ്ലസ്. ഇനി ഇതേത് ഫോമാണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എന്താണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? അപ്പോൾ എയുടെ പ്ലേസിൽ 1, അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ, അത് 1 തന്നെയാണ്, പ്ലസ് 2ab, 2 ഇൻറ്റു 1 ഇൻറ്റു സൈൻ എ, 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു സൈൻ എ 2 സൈൻ എ പ്ലസ്. ഇനി ബി സ്ക്വയർ, ബി ഇവിടെ സൈൻ എ ആണ്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ താഴെ അതുപോലെ തന്നെ എഴുതുക 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ. ഇനി ന്യൂമറേറ്റർ ഒന്ന് അടുക്കിപ്പറക്കി എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ആദ്യം ഞാൻ ഇതിൽ സൈൻ സ്ക്വയർ എ ആദ്യം എഴുതി,
സൈൻ സ്ക്വയർ എ പ്ലസ് അടുത്തത് കോസ് സ്ക്വയർ എ എഴുതി പ്ലസ് കോസ് സ്ക്വയർ എ പ്ലസ് ഇനി ഇവിടെ ഒരു 1 ഉണ്ട് 1 പ്ലസ് ഇനി ബാക്കിയുള്ളത് 2 സൈൻ എ ആ 2 സൈൻ എയും ഞാൻ അവിടെ എഴുതി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റർ നോക്കിയേ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ നമ്മുടെ ഐഡന്റിറ്റി ആണ് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ 1 അപ്പോൾ ഇതിന് പകരം ഞാൻ അവിടെ 1 എന്ന് എഴുതി പ്ലസ് അടുത്തത് വീണ്ടും 1 ആണ് പ്ലസ് 2 സൈൻ എ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അതുപോലെ 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 2 പ്ലസ് അടുത്ത അതുപോലെ 2 സൈൻ എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എ ഇൻറ്റു ബാക്കി കോസ് എ ഇനി ന്യൂമറേറ്ററിൽ 2 ടേംസ് ഉണ്ട് രണ്ടിലും കോമൺ ആയിട്ട് ഉള്ള നമ്പർ ആരാണ് 2 ആണ് ആ 2നെ ഞാൻ കോമൺ എടുക്കുകയാണ് 2 കോമൺ ബാക്കി ഇവിടെ 1 പ്ലസ് ഇവിടെ ബാക്കി സൈൻ എ മാത്രമേ ഉള്ളൂ സംശയം ഉണ്ടെങ്കിൽ തിരിച്ച് മൾട്ടിപ്ലൈ നോക്കുക 2 ഇൻറ്റു 1 2 പ്ലസ് 2 ഇൻറ്റു സൈൻ എ 2 സൈൻ എ ഡിവൈഡഡ് ബൈ താഴെയുള്ളത് അതുപോലെ 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ ന്യൂമറേറ്ററിലും 1 പ്ലസ് സൈൻ എ ഡിനോമിനേറ്ററിലും 1 പ്ലസ് സൈൻ എ ബാക്കി 2 ബൈ താഴെയുള്ളത് കോസ് എ ഇതിനെനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാലോ 2 ഇൻറ്റു 1 ബൈ കോസ് എ മിസ്റ്റേക്ക് ഒന്നും വന്നില്ല 2 ഇൻറ്റു 1 2 ബൈ കോസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 1 ബൈ കോസ് എ അല്ലെങ്കിൽ കോസ് എയുടെ റെസിപ്രോക്കൽ ആരാണ് സീക്ക് അപ്പോൾ 1 ബൈ കോസ് എ സീക്ക് എ 2 സീക്ക് എ അതാണ് നമ്മുടെ RHS ദാറ്റ് ഈസ് ഈക്വൽ ടു RHS സോ LHS ഈസ് ഈക്വൽ ടു RH അപ്പോൾ പ്രൂവ് ദാറ്റിലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 1 പ്ലസ് സീക്ക് എ ബൈ സീക്ക് എ ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എ ബൈ 1 മൈനസ് കോസ് എ എന്ന് പ്രൂവ് ചെയ്യണം നമ്മൾ വീണ്ടും LHS എടുക്കുന്നു LHS ഈസ് ഈക്വൽ ടു 1 പ്ലസ് സീക്ക് എ ഡിവൈഡഡ് ബൈ സീക്ക് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 അതുപോലെ 1 പ്ലസ് നമുക്കറിയാം സീക്ക് എയുടെ റെസിപ്രോക്കൽ ആരാണ് കോസ് എ ആണ് അപ്പോൾ ഞാൻ സീക്ക് എക്ക് പകരം എഴുതുന്നു 1 ബൈ കോസ് എ ഡിവൈഡഡ് ബൈ താഴെ വീണ്ടും സീക്ക് എ ആണ് ആ സീക്ക് എക്ക് ഞാൻ വീണ്ടും കൊടുക്കുന്നു 1 ബൈ കോസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ മാത്രം LCM എടുക്കുന്നു ന്യൂമറേറ്റർ LCM 1 ഇൻറ്റു കോസ് എ ഇടയ്ക്കുള്ള സൈൻ പ്ലസ് 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു 1 ഇൻറ്റു കോസ് എ ഡിവൈഡഡ് ബൈ വീണ്ടും അടുത്ത ഫ്രാക്ഷൻ 1 ബൈ കോസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കണം ഒരു ഫ്രാക്ഷൻ ഡിവൈഡഡ് ബൈ അടുത്ത ഫ്രാക്ഷൻ എന്ത് ചെയ്യും താഴെയുള്ള ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ അപ്പോൾ ആദ്യത്തെ ഫ്രാക്ഷൻ അതുപോലെ എഴുതാം കോസ് എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ താഴെ കോസ് എ ഇൻറ്റു ഈ താഴത്തെ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ 1 ബൈ കോസ് എയുടെ റെസിപ്രോക്കൽ കോസ് എ ബൈ 1 ഇൻറ്റു കോസ് എ ബൈ 1 കോസ് എ ക്യാൻസൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ ഉള്ളത് കോസ് എ പ്ലസ് 1 ഞാനിതിനെ തിരിച്ചെഴുതും എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ അപ്പോൾ അതുകൊണ്ട് കോസ് എ പ്ലസ് 1 എനിക്ക് 1 പ്ലസ് കോസ് എ എന്ന് എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് എ അല്ലേ ഇനി ഞാനിതിനെ ഒരു 1 മൈനസ് കോസ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അതുപോലെ 1 മൈനസ് കോസ് എ കൊണ്ട് ഡിവൈഡും ചെയ്യുന്നു
എന്തിനാണെന്ന് ചോദിച്ചാൽ 1 മൈനസ് കോസ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂ ചേഞ്ച് ആവാതിരിക്കാൻ നമ്മൾ അതേ വാല്യൂ കൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡും ചെയ്യണം. അപ്പോൾ ഒരു 1 മൈനസ് കോസ് എ കൊണ്ട് ഡിവൈഡും ചെയ്തു. വല്ല വ്യത്യാസം വരുമോ? 1 മൈനസ് കോസ് എ ക്യാൻസൽ ആയിട്ട് വീണ്ടും അത് തന്നെ വരും, 1 പ്ലസ് കോസ് എ തന്നെ വരും. ഓക്കെ, നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് എ ഇൻറ്റു 1 മൈനസ് കോസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ എ എന്ന് പറയുന്നത് 1 ആണ്. 1 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ താഴെ ആരുണ്ട്, 1 മൈനസ് കോസ് എ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ ആരാണ്, 1 മൈനസ് കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് എ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1. പ്ലസ് കോസ് സ്ക്വയർ എ അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും, സൈൻ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എ. അപ്പോൾ 1 മൈനസ് കോസ് സ്ക്വയർ എക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു, സൈൻ സ്ക്വയർ എ കൊടുത്തു. സൈൻ സ്ക്വയർ എ ബൈ ഡിനോമിനേറ്റർ 1 മൈനസ് കോസ് എ. അത് തന്നെയാണ് നമ്മുടെ RHS is equal to RHS. So LHS is equal to RHS. Prove that next question എന്ന് പറയുന്നത് root of 1 plus sin a divided by 1 minus sin a is equal to sec a plus tan a. വീണ്ടും LHS എടുക്കുന്നു. LHS equal to root of 1 plus sin a divided by 1 minus sin a. That is equal to root of, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഫ്രാക്ഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിതിനെ ഡിനോമിനേറ്ററിൻ്റെ സൈൻ ചേഞ്ച് ചെയ്ത് ഓപ്പോസിറ്റ് സൈൻ ആക്കിയിട്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ 1 മൈനസ് സൈൻ എ ആണ്. അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 1 പ്ലസ് സൈൻ എ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എ ഇൻറ്റു ഇതിൻ്റെ കോൺജുഗേറ്റ് 1 പ്ലസ് സൈൻ എ. 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റൂട്ടിനകത്ത് തന്നെയാണ് ഈ കോൺജുഗേറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ ഇൻറ്റു എ സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ, 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയർ, 1 പ്ലസ് sin a the whole square divided by denominator 1 minus sin a into 1 plus sin a minus b into a plus b. എന്താണ് a plus b into a minus b? a square minus b square. അപ്പോൾ a 1 ആണ്, b sin a ആണ്, a square. അപ്പോൾ 1 square minus b sin square a. That is equal to root of 1 plus sin a divided by 1 square, 1 തന്നെയാണ്, 1 minus sin square a, ഇവിടെ square. That is equal to root of 1 plus sin a the whole square divided by 1 minus sin square a. നമുക്കറിയാം sin square a പ്ലസ് കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ സൈൻ സ്ക്വയർ എ അപ്പുറത്തുണ്ടു, ബാക്കി ഇവിടെ കോസ് സ്ക്വയർ എ ആണുള്ളത്. 1 മൈനസ് സൈൻ സ്ക്വയർ എ. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ എ ഉണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് എന്ത് എഴുതാം, കോസ് സ്ക്വയർ എ എന്ന് എഴുതാം. ഇവിടെ 1 മൈനസ് സൈൻ സ്ക്വയർ എക്ക് പകരം ഞാൻ എഴുതി കോസ് സ്ക്വയർ എ. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ ആ നമ്പർ തന്നെയാണ്. എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്. അപ്പോൾ 1 പ്ലസ്
സൈൻ എ ദ ഹോൾ സ്ക്വയറിന്റെ റൂട്ട് 1 പ്ലസ് സൈൻ എ 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എയുടെ റൂട്ട് കോസ് എ ഡിവൈഡഡ് ബൈ കോസ് എ. ന്യൂമറേറ്ററിൽ 2 ടേംസ് ഉണ്ട്, ഡിനോമിനേറ്റർ കോമൺ ആണ്, കോസ് എ. സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ആദ്യം 1 ഉണ്ട്, 1 ബൈ കോസ് എ, ഇടയ്ക്കുള്ള സൈൻ പ്ലസ്, അടുത്തത് സൈൻ എ ബൈ കോസ് എ. ഇങ്ങനെയാണ് കോമൺ ഡിനോമിനേറ്റർ ആക്കി നമ്മളിങ്ങനെ എഴുതിയിരുന്നതാണ്. നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് രണ്ടിനും ഓരോ ഡിനോമിനേറ്റർ ആയിട്ട് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ കോസ് എ. കോസ് എയുടെ റെസിപ്രോക്കൽ ആരാണ്? സീക്ക് എ. അപ്പോൾ 1 ബൈ കോസ് എ സീക്ക് എ. സൈൻ എ ബൈ കോസ് എ ടാൻ എ. അപ്പോൾ സീക്ക് എ പ്ലസ് ടാൻ എ എന്ന് കിട്ടി. അതായിരുന്നു നമ്മുടെ RHS. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. സോ LHS ഈക്വൽ ടു RHS.